അമേരിക്കൻ ജയിൽ ചുവരുകൾക്കുള്ളിൽ തടവിലായിട്ട് 44 വർഷങ്ങൾ തികയാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തന്റെ തടവറവാസം നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി യുണൈറ്റഡ് നേഷൻസിന്റെ വാതിലിൽ മുട്ടി പ്രശസ്ത എഴുത്തുകാരനും ബ്ലാക്ക് പാന്തർ പ്രസ്ഥാനത്തിന്റെ മുൻ നേതാവുമായ മുമിയ അബു ജമാൽ. US കോടതിയോടനുബന്ധിച്ചുള്ള എല്ലാ നിയമപോരാട്ട വഴികളും അടഞ്ഞതോടെയാണ് 72കാരനായ മുമിയ ജനീവയിലെ UN ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിന് കീഴിലുള്ള അനിയന്ത്രിത തടവുകാരെക്കുറിച്ചുള്ള വർക്കിംഗ് ഗ്രൂപ്പിനെ സമീപിച്ചിരിക്കുന്നത്. പ്രത്യാശ തന്നെയാണ് പോരാട്ടത്തിന്റെ കാതലെന്നും പതറാതെ മുന്നോട്ടു പോകുമെന്നും മഹാനോയിയിലെ പെൻസിൽവാനിയ ജയിലിൽ നിന്നും ദി ഗാർഡിയനോട് ഫോണിൽ സംസാരിക്കവേ അദ്ദേഹം വ്യക്തമാക്കി. ഫിലാഡൽഫിയയിൽ ഡാനിയൽ ഫോക്സൺ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ട കേസിൽ 1982 മുമിയ അബു ജമാൽ ശിക്ഷിക്കപ്പെടുന്നത്. എന്നാൽ താൻ കേസിൽ പൂർണ്ണമായും നിരപരാധിയാണെന്നാണ് അദ്ദേഹം അന്നു മുതൽ വാദിക്കുന്നത്. ഇടതുപക്ഷ അനുഭാവികൾക്ക് അദ്ദേഹം ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന രാഷ്ട്രീയ തടവുകാരനാണ്. എന്നാൽ പോലീസുകാരുടെയും വലതുപക്ഷ സംഘടനകളുടെയും കണ്ണിൽ അതീവ അപകടകാരിയായ കുറ്റവാളിയും. പെൻസിൽവാനിയ സംസ്ഥാനത്തെ നിയമപ്രകാരം ജീവപര്യന്തം എന്നാൽ തടവുകാരന്റെ മരണം വരെ ജയിലിൽ കിടക്കൂ എന്ന് തന്നെയാണ്. അതിൽ ആരോഗ്യസ്ഥിതിക്കോ പുനരധിവാസത്തിനോ യാതൊരു ഇളവുകളുമില്ല. തനിക്ക് അനുകൂലമായ തെളിവുകളും വാദങ്ങളും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് വിചാരണ കോടതി ശിക്ഷ വിധിച്ചതെന്നാണ് UN ഹർജിയിൽ അബു ജമാലിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുന്നത്. 1982 വിചാരണ നടന്ന വേളയിൽ കറുത്തവർഗക്കാരായ ജൂറി അംഗങ്ങളെ ബോധപൂർവ്വം ഒഴിവാക്കാൻ പ്രോസിക്യൂഷൻ ശ്രമിച്ചു. 40% ആഫ്രിക്കൻ അമേരിക്കൻ വംശജരുള്ള പ്രദേശത്ത് ഒടുവിൽ വിചാരണ പൂർത്തിയാക്കിയത് വെറും 2 കറുത്തവർഗക്കാർ മാത്രം ഉൾപ്പെട്ട ജൂറിയായിരുന്നു. കൂടാതെ വംശീയ അധിക്ഷേപം ഉന്നയിച്ചതായി ആരോപിക്കപ്പെടുന്ന ആൽബർട്ട് സാബോ എന്ന ജഡ്ജിയാണെന്ന് കേസ് പരിഗണിച്ചിരുന്നു എന്നതും കേസിന്റെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്നു. വർഷങ്ങൾക്ക് ശേഷം 2018 പുറത്തുവന്ന ചില പുതിയ തെളിവുകൾ പ്രോസിക്യൂഷന്റെ പ്രധാന സാക്ഷിയായ റോബർട്ട് ചൊബേർട്ടിന്റെ വിശ്വസനീയത തകർത്തുവെന്നും ഹർജിയിൽ പറയുന്നു. വിചാരണ പൂർത്തിയായി ആഴ്ചകൾക്കുള്ളിൽ പ്രോസിക്യൂട്ടർക്ക് കത്തെഴുതിയ ചൊബേർട്ട് തനിക്ക് തരാനുള്ള പണത്തെക്കുറിച്ചും ചോദിച്ചിരുന്നു. ഇത്തരം വിവരങ്ങൾ പ്രതിഭാഗത്തിന് ലഭിക്കാതിരിക്കുന്നത് അനീതിയാണെന്നും അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്നും അബോളിഷനിസ്റ്റ് ലോ സെന്റർ, ACLU, സെന്റർ ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് എന്നിവരടങ്ങുന്ന അഭിഭാഷക സംഘം വ്യക്തമാക്കുന്നു. വധശിക്ഷയേക്കാൾ ഭീകരമായ സാവധാനത്തിലുള്ള മരണമാണ് ജീവപര്യന്തം എന്നും അബു ജമാൽ അഭിപ്രായപ്പെടുന്നു. അമേരിക്കയിൽ ഏകദേശം 2 ലക്ഷത്തോളം ആളുകൾ ഇത്തരം ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. നോർവേ പോലുള്ള വികസിത രാജ്യങ്ങളിൽ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തവർക്ക് പോലും നിശ്ചിത വർഷങ്ങൾക്ക് ശേഷം അവലോകനത്തിന് അവസരമുണ്ട്. എന്നാൽ അമേരിക്കൻ നീതിന്യായ വ്യവസ്ഥയിൽ ഇതിന് യാതൊരു വകുപ്പുമില്ല. UN ഇടപെടലിന് അമേരിക്കൻ കോടതികളെ നേരിട്ട് റദ്ദാക്കാനുള്ള അധികാരമില്ലെങ്കിലും അവിടെ നിന്നുള്ള ശക്തമായ വിമർശനം വിചാരണ പുനഃപരിശോധിക്കാനോ ശിക്ഷയിൽ ഇളവ് വരുത്താനോ പ്രാദേശിക തലത്തിൽ സമ്മർദ്ദമുണ്ടാക്കുമെന്നാണ് പ്രതിഭാഗം കരുതുന്നത്. തന്റെ 14-ാം വയസ്സിൽ വംശീയ അധിക്ഷേപത്തിനെതിരെ സമരം ചെയ്ത് പോലീസിന്റെ മർദ്ദനമേറ്റതോടെയാണ് മുമിയയുടെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് ബ്ലാക്ക് പാന്തർ പാർട്ടിയിലൂടെ മുന്നോട്ട് വന്ന അദ്ദേഹം മാധ്യമപ്രവർത്തകനായും എഴുത്തുകാരനായും പേരെടുത്തു. 1981 ഡിസംബർ 9 ഫിലാഡൽഫിയയിൽ വെച്ച് തന്റെ സഹോദരനെ പോലീസ് തടഞ്ഞു നിർത്തിയത് കണ്ട് ഇടപെടാൻ ശ്രമിച്ച അബു ജമാലിന് വെടിയേൽക്കുകയായിരുന്നു. ഈ സംഘർഷത്തിനിടയിലാണ് ഫോക്നർ കൊല്ലപ്പെടുന്നത്. അന്ന് അബു ജമാലിന്റെ ലേഖനങ്ങളും മറ്റ് റേഡിയോ പ്രസംഗങ്ങളും പോലീസിനെതിരെയുള്ള വിരോധമായി ചിത്രീകരിച്ചാണ് പ്രോസിക്യൂഷൻ ശിക്ഷ ഉറപ്പാക്കിയത്.